ആ മാതാവിന് നല്ല വിശപ്പുണ്ട്. ഒരു മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ കൂടി നടന്നു പോവുകയാണ്. ആ മുന്തിരിത്തോട്ടം കണ്ട് ആസ്വദിച്ചുകൊണ്ട്, നോക്കൂ എത്ര മുന്തിരിക്കുലകളാണ്. കുറച്ച് മുന്തിരി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആരും അവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ വിഷമത്തോടെ നടന്നു പോകുമ്പോൾ ഉടമസ്ഥൻ കാണുന്നു. അമ്മേ, എന്താണ് നോക്കുന്നത്? ഒന്നുമില്ല മോനെ, നല്ല വിശപ്പുണ്ട്. അപ്പോഴാണ് മുന്തിരിക്കുലകൾ കാണാനിടയായത്. വിശപ്പടക്കാൻ ആരെങ്കിലും കുറിച്ച് മുന്തിരി തരുമോ എന്ന് ഞാൻ ആശിച്ച് നോക്കുകയായിരുന്നു. അയ്യോ, അതിനെന്താണ്, ഞാൻ ആവശ്യമുള്ളവ അമ്മയ്ക്ക് പറിച്ചു തരാം. അമ്മ പോയിട്ട് ഒരു കുട്ടയെടുത്തു കൊണ്ടുവരിക, അതിൽ നിറച്ച് ഞാൻ പറിച്ചു തരാം. അത് കേട്ടപ്പോൾ തന്നെ ആ അമ്മ ചെന്നിട്ട് ഒരു കുട്ടയുമായി വന്നു. അവർ ആ ഗേറ്റിന്റെ അരികിൽ നിന്നു. 5 മിനിറ്റ് കൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ 10 മിനിറ്റായി, 1 മണിക്കൂറായി, കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞു, കാണുന്നില്ല. ആ അമ്മയ്ക്ക് മനസ്സിലായി താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എടാ, നിനക്ക് കബളിപ്പിക്കാൻ പറ്റിക്കാൻ എന്നെയാണോ കിട്ടിയത്? കുട്ട നിറയെ മുന്തിരിപ്പഴം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നീ അത് വാങ്ങിക്കൊണ്ടുപോയത്. എടാ ദുഷ്ട, എന്താണ് ഈ ചെയ്തത്? എന്നെ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശകാരിക്കുകയും ശാപവാക്കുകളാൽ അയാളെ ശപിക്കുകയും ചെയ്യുന്നു. ഞാൻ പറ്റിക്കപ്പെട്ടു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നു. അമ്മേ! അവർ തിരിഞ്ഞു നോക്കാനിടയായി. തിരിച്ചു പോവുകയാണോ? അവിടെ നിൽക്കൂ, ഇവൻ എന്തിനാണ് ഇനി എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ട നിറയെ നല്ല മുന്തിരിപ്പഴങ്ങൾ. അമ്മേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കുറച്ച് മുന്തിരിപ്പഴം അമ്മയ്ക്ക് പറിച്ചു തരുവാനായിട്ട്. എന്നാൽ അമ്മയുടെ വിശപ്പ് ഞാൻ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കുറച്ച് മുന്തിരി പറിച്ചു തന്നിട്ട് ആ പാത്രത്തിൽ ഇട്ട് അയക്കുവാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഈ മുന്തിരിത്തോട്ടം വളരെ വലിയൊരു മുന്തിരിത്തോട്ടമാണ്. അതിൽ വ്യത്യസ്ത രീതിയിലുള്ളതായ ഒരുപാട് രുചികരമായ മുന്തിരികളുള്ളതായ ചെടികളുണ്ട്. അമ്മയ്ക്ക് വേണ്ടി അവ ഓരോന്നും കണ്ടുപിടിച്ച് പറിച്ച് കൊണ്ടുവന്നപ്പോഴേക്കും കുറച്ച് താമസിച്ചു പോയി. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകി. മോനെ, നീ താമസിച്ചപ്പോൾ എന്നെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്, നീ ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ശ്രേഷ്ഠമായ മുന്തിരി നൽകാനാണ് നീ താമസിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല മോനെ. എന്നോട് ക്ഷമിക്കണമേ. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവനെ നൽകിയ കർത്താവ്. അത്രയും ചെയ്ത ദൈവം നിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളെ നിറവേറ്റുകയില്ലേ? എന്നാൽ മറുപടി താമസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതകരമായത് നിനക്ക് വേണ്ടി അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ്. അത് നിന്റെ കരങ്ങളിൽ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ താമസം നേരിടുന്നത്. തെറ്റിദ്ധരിക്കുവാൻ പാടില്ല. സംശയത്തിന് ഇടം കൊടുക്കരുത്. പിശാചു കൊണ്ടുവരുന്നതായ നിരാശയ്ക്ക് ഇടം കൊടുക്കരുത്. ഈ റീൽ